മത്തായിച്ചോ, മത്തായിച്ചോ. ഇവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്, അത് ഞെക്കിയാ മതിയല്ലോ. മറന്നു ഇല്ലേ ഇവിടെ? ആ ഇരിക്ക്. താനായിരുന്നു. ഞാനൊന്ന് കിടക്കുകയായിരുന്നു. ഊണ് കഴിഞ്ഞാൽ എനിക്കൊന്ന് മയങ്ങണം. എന്താ വിശേഷിച്ച്? എനിക്ക് ഇത്തിരി കാശ് വേണം. കാശൊന്നും ഇരിപ്പില്ലല്ലോ രാഘവന്നാരെ. അയ്യോ അങ്ങനെ പറയരുത്. എന്റെ അനിയൻകുട്ടി വക്കീലായി. തൃശ്ശൂർ ഇമ്മടെ രാമൻകുട്ടി എന്റെ കീഴിൽ പഠിക്കാനുള്ള ഏർപ്പാടുമായി. അവന്റെ ഒരു സാറ് തന്നെ ശരിയായി കൊടുത്തതാ. പാന്റും കോട്ടും ഗൗണും ഒക്കെ വാങ്ങണേ. എന്റെ ആണേ 10 പൈസ ഇല്ല. എനിക്ക് ഇത്തിരി കാശ് തന്നേ പറ്റൂ. അല്ല രാഘവന്നാരെ, എനിക്ക് കുറച്ച് കാശ് താൻ ഇങ്ങോട്ട് തരാനുണ്ടല്ലോ. അതൊക്കെ ഞാൻ തരും. എന്റെ കുറി ഇപ്പൊ വട്ടോത്തും. ഇപ്പൊ നിങ്ങൾ എനിക്കൊരു 5000 ഉറുപ്പ്യ തന്നാ മതി. ആലോചിക്കാനൊന്നുമില്ല. രാഘവന്നാർ നിങ്ങളെ തട്ടിക്കാൻ പറ്റിക്കൊന്നുമില്ല. അതുകൊണ്ടൊന്നുമല്ല. അന്നാമേ, എന്തോ ആ മേശയിൽ എന്റെ ബാഗ് ഇരിപ്പുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വന്നേ. എന്റെ ബുദ്ധിമുട്ടൊക്കെ തീരും മത്തായിച്ചോ. 2 കൊല്ലാണ്ട് കഴിയട്ടെ. പെങ്ങളും പഠിക്കുന്നില്ലേ? ഉവ്വ്. ഇതിപ്പോ 2ാം കൊല്ല BA-ക്ക്. ഇനിയൊക്കെ അവൻ നോയിക്കോളൂ. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. അസലാവുന്നുണ്ട് നാടൻ കളി. അവിടെ വല്യേട്ടൻ കുളിച്ച് കുറിയും തൊട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. ഏട്ടനും വരണുണ്ടോ? ഇതുവരെ ഒരുങ്ങിയില്ലേ? വേഗം ഇറങ്ങാൻ പറഞ്ഞു ഏട്ടൻ. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണമെന്ന്. ഞാൻ റെഡി. ഇത് പിടിച്ചേ. എന്താ ഊരണേ? ഇതൊന്നും ഇടാണ്ടാ പോണേ? പിന്നെ ഈ കോട്ടും ഗൗണൊക്കെ ഇട്ടിട്ടാ ട്രാൻസ്പോർട്ട് ബസ്സിൽ തൂങ്ങി പോകാൻ പോണത്. ആളുകൾ വേതാളെന്ന് വിളിക്കും. ഇതൊക്കെ ഇട്ട് കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. പോകുമ്പോ മടക്കി പെട്ടിയിൽ വെച്ചോളൂ. ഇപ്പൊ ഇതൊക്കെ ഇട്ട് തന്നെ ഇറങ്ങണം. എന്നാ വാ. അവൻ ഇറങ്ങിയതാ.